കറ നല്ലതാണ്. ഇങ്ങനെ ഒരു ആഡ് ക്യാമ്പയിൻ കേട്ടിട്ടുണ്ടോ? യെസ്, സർഫ് എക്സലിൻ്റെ ഒരു റവല്യൂഷണറി ക്യാമ്പയിൻ ആയിരുന്നു കറ നല്ലതാണ് അല്ലെങ്കിൽ ദാഗ് അച്ചേ ഹേ. ഈ ക്യാമ്പയിൻ എന്തുകൊണ്ടാണ് റവല്യൂഷണറി ക്യാമ്പയിൻ എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ, സർഫ് എക്സൽ ഈ ക്യാമ്പയിൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ മുന്നേ വരെ എല്ലാ ഡിറ്റർജൻറ്റ് പൗഡേഴ്സും മാർക്കറ്റ് ചെയ്തുകൊണ്ടിരുന്നത് രണ്ട് കാര്യങ്ങളായിരുന്നു. ഒന്ന് സ്റ്റെയിൻ റിമൂവ് ചെയ്യണം, പിന്നെ പ്യുവർ വൈറ്റ്നെസ്. അവിടേക്കാണ് നമ്മുടെ സർഫ് എക്സൽ വന്നിട്ട് അവർ വില്ലനായിരുന്ന സ്റ്റെയിനെ പിടിച്ചിട്ട് തന്നെ ഹീറോ ആക്കിയിട്ട് കറ നല്ലതാണ് അല്ലെങ്കിൽ ദാഗ് അച്ചേ ഹേ എന്ന് പറയുന്ന ക്യാമ്പയിൻ വരുന്നത്. സർഫ് എക്സലാണ് സ്റ്റെയിൻ ഒരിക്കലും ഒരു മെസ്സല്ല, പക്ഷേ നിങ്ങളൊരു നല്ല ലൈഫ് ലിവ് ചെയ്തു എന്നുള്ളതിൻ്റെ ഒരു മാർക്കാണ് എന്നുള്ള രീതിയിൽ കാണിച്ചു തന്നത്. നമ്മളൊരു ഫ്രണ്ടിനെ ഹെൽപ്പ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നല്ല അടിപൊളിയായിട്ട് മഴയത്ത് കളിക്കുമ്പോഴോ അതല്ലെങ്കിൽ നമ്മളൊരു ഫെസ്റ്റിവൽ നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഈ ഒരു സ്റ്റെയിൻ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു മെസ്സല്ല, പക്ഷേ നിങ്ങളുടെ ഒരു ലൈഫ് നന്നായിട്ട് ലിവ് ചെയ്തു, ആ ഒരു മൊമെന്റ് നിങ്ങൾ എൻജോയ് ചെയ്തു എന്ന് പറയുന്നതാണ് എന്ന് പറഞ്ഞു തന്നത് നമുക്ക് സർഫ് എക്സലാണ്. കറ നല്ലതാണ് പറയുന്ന ഈ ക്യാമ്പയിൻ ഹ്യൂമൻ സെൻട്രിക് മാർക്കറ്റിങ്ങിൻ്റെ ഒരു പെർഫെക്റ്റ് എക്സാമ്പിൾ ആണ്. പ്രൊഡക്റ്റിനല്ല, ഹ്യൂമൻ വാല്യൂ ബിഹൈൻഡ് ദ പ്രൊഡക്റ്റിനാണ് എപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അവരൊരിക്കലും ഡിറ്റർജൻ്റ് അല്ല സെൽ ചെയ്തത്, ദ സെൽ എ പർപ്പസ്, എ ബിലീഫ്, എ ഫീലിംഗ്. നിങ്ങളുടെ ഇതുപോലത്തെ ഫേവറേറ്റ് ആഡ് ക്യാമ്പയിൻ ഏതാന്നുള്ളത് ഡു കമൻറ്റ്.